ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അനഘേനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ നയനയും ആദർശവും കൂടി ചേർന്നിട്ട് കേട്ടോ. അനഘേനെ കാണുമ്പോഴേക്കും അഭിക്കാണെങ്കിൽ ടെൻഷനാവാണ്. ഈശ്വര, ഈ നശിച്ചോളം ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആകെപ്പാടെ വട്ടുപിടിക്കുകയാണ്. ഇനി ആകെ ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ, നവ്യേനെ കൊണ്ട് കുറച്ചൊരു പണി ചെയ്യിപ്പിക്കണം എന്ന് അഭി തീരുമാനിക്കണം. നവ്യ എടുത്ത് പറയുന്നുണ്ട്, നവ്യെ നീ വിചാരിച്ചാൽ മാത്രമേ അനഘേനെ ഇവിടെ നിന്ന് കെട്ടിക്കാൻ സാധിക്കുള്ളൂ. അല്ല അഭി എന്താ പറയണത്? എനിക്ക് മനസ്സിലായില്ല. അവൾ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കണമെന്നാണോ? അതെ, അവളെന്ന് ഇവിടെ നിന്ന് ഓടിക്കണം. ഇവിടെ നിന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ നിന്ന് തന്നെ ഓടിക്കണം. അവളെ കൊല്ലണമെന്നാണോ അഭി നീ ഉദ്ദേശിച്ചത്? നീ പറഞ്ഞത് എന്തായാലും ഞാൻ ചെയ്യും. എന്തായാലും നമ്മുടെ ജീവിതം തകർത്തുകൊണ്ട് അവളിവിടെ വലിയ ആളാവാൻ നിൽക്കണ്ട. അവള് ആദർശേട്ടൻ്റെ കൂടെ ചേർന്ന് നമ്മളെ രണ്ടുപേരെയും കൂടി തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായ അഭി. ആദർശേട്ടനും അവളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ കുഞ്ഞാണ് ആ ചന്തുമോൾ. അതിനെ നിന്റെ തലയിൽ കെട്ടുവെച്ച് നിന്നെയും എന്നെയും ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാനാണ് നയനയുടെയും ആദർശിന്റെ ഉദ്ദേശം. സത്യം പറഞ്ഞാൽ ആ നയന എന്ന് പറഞ്ഞവൾക്ക് അറിയാം ആ ചന്തുമോൾ ആദർശിന്റെ മോളാണെന്ന്. എന്നിട്ടും അവൾ ഏറെ കുറേയൊക്കെ അത് സമ്മതിക്കാതിരിക്കണതേ അവളുടെ ഭർത്താവിനെ വെള്ളപൂശി അവൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കണം. ഈ അനന്തപുരി പോലത്തെ കൊട്ടാരത്തിലെ മരുമകളാവണതും ഒരു ഭാഗ്യമാണല്ലോ. അതേ നവ്യെ, നിനക്ക് ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. നീ വിചാരിക്കുന്ന പോലെയല്ല നയന. പാവത്തെ പോലെ ഇരിക്കുമെങ്കിലേ അവള് ഭയങ്കര സാധനം, പണത്തിനോടും സ്വർണ്ണത്തിനോടൊക്കെ ഭയങ്കര ആർത്തിയാണെന്നേ. നിന്നെക്കാളും ആർത്തി അവൾക്ക്. അത് നീ പറഞ്ഞ ശരിയാബി. മുമ്പ് അവൾക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ അവൾക്ക് ഭയങ്കര സ്വഭാവമാണ്. പണത്തിനോട് സ്വർണ്ണത്തിനോട് ഭയങ്കര ആർത്തിയാ. അതാ ഞാൻ പറഞ്ഞ അനഘ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കണമെന്ന്. അപ്പോൾ ആ ചന്തുമോള് അതാ പൊടിക്കുഞ്ഞല്ലേ, ഇവിടെ എങ്ങാനും നടക്കട്ടെ, അതിന്റെ കാര്യം പിന്നെ നമുക്ക് തീരുമാനിക്കാം. ശരി അബി, നീ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് എന്നോട് പറഞ്ഞാൽ മതി, അതുപോലെ ഞാൻ ചെയ്തോളാം എന്ന് നവ്യ പറയാണ്. അബിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. നവ്യ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, എടാ നീ എന്ത് പ്ലാൻ ചെയ്താലും അത് നിന്നെയും നിന്റെ അമ്മേനെയും നിന്റെ അനിയത്തിക്കും തിരിച്ചെങ്ങനെ കിട്ടുന്ന രീതിയിൽ ആക്കാന്നുള്ളതേ ഞാൻ നോക്കുള്ളൂ. അനഘയുടെ ചന്തുമോളുടെ ദേഹത്ത് ഒരു പൊടി വീഴാൻ പോലും നവ്യ ജീവനോട് ഇരിക്കുമ്പോൾ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നവ്യ അപ്പുറത്തേട്ട് പോകുന്നത് കേട്ടോ. അബിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഈശ്വര, ഞാൻ എന്ത് പറഞ്ഞാലും ഈ നവ്യ വിശ്വസിക്കാണല്ലോ. ഇവൾക്ക് എന്തൊരു ബുദ്ധിയായിരുന്നു, പക്ഷെ എൻ്റെ കാര്യത്തിൽ മാത്രം ഇവൾക്ക് ഒട്ടും ബുദ്ധിയില്ല. എന്തായാലും എനിക്കതൊരു അഡ്വാൻറ്റേജ് ആയി. ഈ സന്തോഷ വാർത്ത അമ്മയുടെ അടുത്ത് പറയണം, അവന്തിക എടുത്തും എന്ന് പറഞ്ഞിട്ട് അമ്മേനെയും അത് ജലജേനെയും അവന്തികനെ റൂമിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവർക്ക് പറയേണ്ടത്, നവ്യ നമ്മുടെ പക്ഷത്താണ്. അനഘേനെ ഒഴിവാക്കാൻ വേണ്ടി ഞാനൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അത് അവൾ കൂടെ നിൽക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. ജലജ പറയുന്നുണ്ട്, അത് ചെയ്താൽ നന്നായടാ. ഇതിന്റെ പേരിൽ അനഘ തട്ടിപ്പോവാണെങ്കിൽ പോലീസ് കേസ് എങ്ങാനും വരുവാണെങ്കിൽ അത് നവ്യയുടെ തലയിൽ ഇട്ടുവെക്കുകയും ചെയ്യാം. നവ്യ എന്ന് പറഞ്ഞ ബാധ്യത ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അത് ചെയ്താലും അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്. അത് കേൾക്കണ അവന്തിക ചോദിക്കണ്ട, അല്ല ഏട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഏട്ടൻ പ്രണയിച്ച് പറ്റിച്ച് ചതിച്ച് ഗർഭിണിയാക്കിയതാണല്ലോ ഈ അനഘ എന്ന് പറഞ്ഞ പെണ്ണിനെ. എടി നീ ഒന്ന് പതുക്കെ പറയടി, ആരും കേൾക്കണ്ട. നിങ്ങളുടെ പ്രണയകഥയൊക്കെ എനിക്കറിയാലോ ഏട്ടാ, ഇത് എത്ര വർഷങ്ങളായിട്ട് തുടങ്ങിയതായിരുന്നു. അന്നേ ചേട്ടൻ അവളെ പ്രണയിച്ചിട്ടൊന്നുമില്ല, ചതിക്കണം അതിനു വേണ്ടി മാത്രം. എടി നീ ഒന്ന് പതുക്കെ പറ, ആരും കേൾക്കല്ലേ. ചേട്ടൻ കാര്യം പറ. അല്ല അപ്പോൾ അനഘനോടൊന്ന് ഒഴിവാക്കണം. അല്ല ഏട്ടാ, ഏട്ടന് അനഘ അതുപോലെ തന്നെ നവ്യ ഇവർ രണ്ടുപേരും ഒരു തരി പോലും സ്നേഹമില്ലേ ഏട്ടാ? പ്രണയം ഒന്നുമില്ലേ? കാരണം രണ്ടുപേരും ഏട്ടൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച സ്ത്രീകളാണല്ലോ, അതായത് അമ്മമാരെയും. അപ്പോൾ അവരോട് ഒരു തരിമ്പ് സ്നേഹം പോലും ഏട്ടനില്ലേ? അല്ല, ചോദിക്കാനുള്ളൊരു ഇതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എടി എനിക്ക് അവർ രണ്ടുപേരും കണ്ടെടുത്താൽ കണ്ടുവിടാം. പിന്നെ നവ്യനെ ഞാൻ എൻ്റെ പക്ഷത്ത് ഇപ്പം നിർത്തിയേക്കണ കാരണം അവളെ കൊണ്ട് എനിക്ക് കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. പിന്നെ നിനക്കറിയാലോ, അവൾ ഇവിടെ നിന്നാൽ മാത്രമേ എനിക്കും ഇവിടെ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് അവളെ ഞാൻ പിടിച്ചു നിർത്തിയേക്കണം, അല്ലാതെ എനിക്ക് ആ സ്ഥാനത്തിനൊന്നും വേണ്ട. എടി ഈ ആദ്യം അനഘേനെ ഒഴിവാക്കണം, പിന്നെ നവ്യേനെ ഒഴിവാക്കണം. അതിനുശേഷം എനിക്ക് രാജാവിനെ പോലെ ജീവിക്കണം എന്ന് അഭി പറയുമ്പോൾ ജലജ പറയണ്ട്, നീ പേടിക്കണട മോനെ, നീ രാജാവിനെ പോലെ ജീവിക്കുമ്പോൾ നിനക്കൊരു രാജകുമാരനെ പോലത്തെ ഒരു പെണ്ണിനെ ഈ അമ്മ നേടിത്തരും. അത് കേൾക്കുമ്പോൾ അഭിയുടെ മുഖം തെളിയാട്ടോ. അതെ, എനിക്ക് 2 കുഞ്ഞുങ്ങളുള്ളതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. എനിക്ക് പ്രായം 27 വയസ്സായിട്ടേ ഉള്ളൂ. ഇനി നല്ല പെൺകുട്ടികൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്തായാലും ഇതിങ്ങൾ രണ്ടിനെ എനിക്ക് വേണ്ട എന്നൊക്കെ അഭി ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ നവ്യ കേൾക്കണ്ടോ? അതാണ് അമ്മയുടെ മോൻ്റെയും പ്ലാന്. ആദ്യം അനഘേനെ കൊന്നു ഒഴിവാക്കണം, ശേഷം എന്നെ ഒഴിവാക്കണം. അതിനുശേഷം മോനെ കൊണ്ട് വേറെ കെട്ടിക്കാൻ നിൽക്കുക അമ്മ. ഇങ്ങനത്തെ ഒരു അമ്മ അനിയത്തി ഒരു മകനും വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും എന്ന് വിചാരിക്കുകയാണ് നവ്യ. ശേഷം അഭി നവ്യനെ വിളിക്കുന്നുണ്ട്. എടി നവ്യ, ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്താ പ്ലാൻ? അതെ, ഈ പൊടി കണ്ടില്ലേ? നിന്റെ ഈ പൊടി പ്ലാൻ ഇതുവരെ കഴിഞ്ഞില്ലേ? ഈ പൊടി എപ്പോഴൊക്കെ കിട്ടുന്നുണ്ടോ ആ സമയത്തൊക്കെ നിനക്ക് തന്നെയാ തിരിച്ച് പണി കിട്ടിയേക്കണത്. അത് നീ ആലോചിക്കണം. എടി അന്ന് ഞാനും എൻ്റെ അമ്മയാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ആ പണി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. പക്ഷെ ഈ പ്രാവശ്യം ചെയ്യാൻ പോണ നീയാ. ഞാനോ? അതെ,
ഈ പൊടിയിലെ അനഘക്ക് ജ്യൂസോ പാലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതിൽ നീ ഈ പൊടി ഒന്ന് ചേർത്താൽ മാത്രം മതി. നീ ഒരിക്കലും അനഘനെ കൊല്ലാൻ നോക്കുന്ന ആരും ഇവിടെ വിശ്വസിക്കില്ല. അതുകൊണ്ട് നീ ഇത് ചെയ്യണം. അയ്യോ അബി, എനിക്ക് പെട്ടെന്ന് പറഞ്ഞ അപ്പോൾ നീയല്ലേ പറഞ്ഞ എൻ്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ എന്നെ കൊല്ലാനൊക്കെ കൂടെ നിൽക്കാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ, അപ്പോൾ നീ ഇപ്പം എന്താ പറഞ്ഞു വരുന്നത്? നീ ഇപ്പം എന്താ പറയണത്? നീ ഈ പൊടി പാലി കലക്കി കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും നീ ചെയ്യണ്ട. കലക്കി കൊടുക്കൊന്നുമില്ല, പാലി കലക്കി വെക്കാം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്നാ ഇത് ഒരു ഇച്ചിരി പാല് കുടിച്ചാൽ മതി, അവൾ ചത്തോളും എന്ന് പറയണം, അല്ലെങ്കിൽ അവൾ തളർന്നൊടിഞ്ഞ് കിടന്നോളൂ. അതെന്തായാലും കൊള്ളാം. അവളുടെ നാവിന് ചലിക്കരുത്. അവൾക്ക് അടുത്തന്നെ സംസാരിക്കാൻ കഴിയുമെന്നാ ഡോക്ടർ പറഞ്ഞ നയന ദേവയാനി ദേവയാനടുത്ത് പറഞ്ഞത് ഞാൻ കേട്ടത്. അതെന്തായാലും എന്തെങ്കിലും ആവട്ടെ, നീ ഒരു കാര്യം ചെയ്യ്, ഇതെന്തായാലും അത് കലക്കി കൊടുക്കുക എന്ന് പറഞ്ഞത് നവ്യയുടെ കയ്യിൽ കൊടുക്കുകയാണ്. നവ്യ മനസ്സിൽ വിചാരിക്കണം, ഈ പൊടി ആർക്ക് കൊടുക്കണമെന്ന് ഈ നവ്യ തീരുമാനിക്കും എന്ന് വേണ്ടി നവ്യ ആ പൊടി കയ്യിൽ ഇങ്ങനെ പിടിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ നവ്യക്കും അതുപോലെ തന്നെ ജലജയാണെന്നുണ്ടെങ്കിൽ ചായ എടുക്കാണ് നവ്യക്കും അഭിക്കും അവന്തികക്കും. അതേസമയം അനഘക്ക് പാലെടുക്കുന്നുണ്ട് നമ്മുടെ നയന. അതിനുശേഷം ജലജ ചായയായിട്ട് പോകാൻ പോകുമ്പോഴേക്കും ജലജയ്ക്ക് എന്തോ കോള് വരികയാണ്. ജലജ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. നയനെടുത്ത് നവ്യ കാര്യം പറയണ്ട, ഇങ്ങനത്തെ ഒരു പൊടി തന്നിട്ടുണ്ട്, ഈ പൊടി ഒരു ഇച്ചിരി കലക്കി കൊടുത്ത ആള് തളർന്ന് കിടപ്പിലാകും, പിന്നെ അനങ്ങാനേ പറ്റില്ല. പതുക്കെ 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 എന്തെങ്കിലും സംഭവിക്കുമായിരിക്കും, പക്ഷെ ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആളുടെ മരണം വരെ സംഭവിക്കും. അയ്യോ ചേച്ചി, ഇതിപ്പോൾ എന്താ ചെയ്യാൻ പോണത്? ഇത് ഞാൻ അനഘക്ക് കൊടുക്കാനൊന്നും പോകുന്നില്ല, പക്ഷെ വേറൊരാൾക്ക് കൊടുക്കും. ചേച്ചി വേണ്ട ചേച്ചി, അങ്ങനെ ആരെ അപായപ്പെടുത്തിയിട്ട് നമുക്കൊന്നും വേണം. ഇങ്ങനത്തെ മറ്റുള്ളവരെ കൊല്ലണമെന്ന് വിചാരിക്കുന്നവരെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അവർ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ തനി സ്വഭാവം കാണിക്കും. നയനെ, ഞാനിത് കൊടുക്കാൻ പോണത് വേറെ ആർക്കും അല്ല. ചേച്ചി എന്താ ചെയ്യാൻ പോണത്? ജലജപ്പച്ചിക്കാണോ കൊടുക്കാൻ പോണത്, അതോ അബിക്കോ, അതോ അവന്തിക്കോ? ജലജക്ക് അല്ലെങ്കിൽ അവന്തികക്ക് അബീന ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് തീർക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല നയനെ. അവൻ പതുക്കെ 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 വേണം ഇല്ലാതാവാനായിട്ട്. ചേച്ചി എന്നാലും എനിക്ക് പേടിയാവാ ചേച്ചി. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, നീ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല, മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് ആ പാലെടുത്ത് മാറ്റിയിട്ട് നല്ല പാലാണ് നമ്മുടെ കൊടുക്കണത്, നമ്മുടെ നയനയുടെ കയ്യിൽ കൊടുത്തു വിടുന്നത് നവ്യ. അതിനുശേഷം നമ്മുടെ അവന്തികക്ക് വെച്ചിട്ട് ചായയിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അവന്തികക്ക് ആദ്യം പണി കിട്ടിട്ടെന്ന് വെച്ചിട്ട്, കാരണം അവള് അനിയുടെ പുറകിൽ ഇങ്ങനെ നടക്കുവാണല്ലോ. അതുകൊണ്ട് അനിക്ക് നന്ദുവിനെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ അവന്തിക എന്ന് പറഞ്ഞ ശല്യം ഒഴിഞ്ഞു പോയേ തീരൂ. അതുകൊണ്ട് നവ്യയുടെ ആദ്യത്തെ പണി ഇവൾക്ക് തന്നെയാണ്, അവന്തികക്ക് തന്നെയാണ് കേട്ടോ. അവന്തികക്ക് പണി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പണി കൊടുക്കാൻ പോണം നമ്മുടെ ജലജക്ക്. ശേഷം ലാസ്റ്റാണ് അബിക്ക് പണി കൊടുക്കുള്ളൂ. കാരണം അബിക്ക് പണി കൊടുക്കുമ്പോൾ ഒരു ഒന്നൊന്നര പണി തന്നെ കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് കാത്തിരിക്കണം നവ്യ. അബീന അവസാനത്തെ ഇരയാക്കി വെക്കാം. ആദ്യം അവന്തിക, അവൾ തന്നെയാണ് ആദ്യം തീരേണ്ടത്. ശേഷം ജലജപ്പച്ചി, അവർ ചെയ്ത ക്രൂരതകളൊക്കെ ഈ ലോകത്തോട് അല്ലെങ്കിൽ മൂർത്തി മുത്തശ്ശനോടും മുത്തശ്ശിയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് വേണം അവരെയും അങ്ങനെ ഒഴിവാക്കാൻ. പിന്നെ അബി, അവൻ്റെ അന്ത്യം എൻ്റെയും അനഘയുടെ കൈ കൊണ്ടിട്ട് തന്നെയായിരിക്കും എന്ന് നവ്യ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കാണാൻ പോണത് നവ്യയുടെ പ്രതികാരമാണ്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.